ഉണ്ട്, നല്ല ചിത്രമാണ്. എനിക്ക് തോന്നുന്നു ഈ വർഷം ഒന്ന് മനസ്സറിഞ്ഞ് ആസ്വദിച്ച് ചിരിച്ചൊരു സിനിമയായിരുന്നു തുണ്ട്. പേര് കേട്ട് പലരും ചിലപ്പോൾ വരാൻ മടിക്കുമെങ്കിലും എല്ലാവരും വന്ന് കാണും. അതിമനോഹരം എന്ന് വെച്ചാൽ പക്കാ പടം. നമുക്കൊരു ലാഗോ കാര്യങ്ങളോ ഒന്നും തോന്നിക്കത്തില്ല. എനിക്ക് തോന്നുന്നു ഒരു 8 9 ക്ലാസ് കോമഡി ഉണ്ട്. ക്ലാസ് എന്ന് വെച്ചാൽ പക്കാ ക്ലാസ് കോമഡി. നമുക്കിങ്ങനെ ഉള്ളിൽ നിന്ന് നമ്മൾ ചിരിക്കൂലേ, അത് നമുക്കിത് ചിരിക്കാൻ പറ്റും ഈ പടത്തിൽ തീർച്ചയായിട്ടും. പൊട്ടിച്ചിരി എന്നല്ല, പൊട്ടിച്ചിരിക്ക് ഇനി വേറെ എന്തെങ്കിലും പേരിടേണ്ടി വരും. അമ്മാതിരി തീ സാധനമാണ് ഈ എന്താണ് തുണ്ടെന്ന് പറയുന്ന സംഭവം. എനിക്ക് തോന്നുന്നു 2024 ഞാൻ വേറൊരു പടം കണ്ടു. പക്ഷേ അതൊന്നും എത്രയ്ക്കും ചിരിക്കാൻ തോന്നില്ല. പക്ഷേ ഇത് ആരാണ് ഇത് എഴുതിയത്, എനിക്ക് ആ പുള്ളിനെ കണ്ടിരുന്നെങ്കിൽ ഒന്ന് എന്തെങ്കിലും പുള്ളിയുടെ അടുത്ത് പറയാം എന്ന് തോന്നിപ്പോയി. കാര്യം അമ്മാതിരി സാധനം. എടുത്ത് പറയേണ്ട എന്താണെന്ന് ചോദിച്ചാൽ, നമ്മുടെ ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ടല്ലോ, പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ്, അവരൊക്കെ അണ്ണാക്കിൽ അടിച്ചു കൊടുത്തിട്ടുണ്ട്. നമ്മുടെ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൽ നടക്കുന്ന ചെറിയ ചില കാര്യങ്ങളെയാണ് പടത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. പക്ഷേ അത് അതിമനോഹരമായിട്ടുള്ള രീതിക്ക് ഡയറക്ടർ അതിനെ കൊണ്ടുവന്നിട്ടുണ്ടെന്നാണ്. അവർക്ക് ചെറുതായിട്ട് ചിലപ്പോൾ കൊള്ളാൻ ചാൻസ് ഉണ്ട്. കാര്യം സിനിമയായിട്ട് ഈ പടത്തെ കണ്ട ഒരു പ്രശ്നവുമില്ല. പക്ഷേ അതിൽ കൂടുതൽ എന്തെങ്കിലുമൊക്കെ ചിന്തിച്ച് ഇതിനെ എടുക്കുകയാണെങ്കിൽ ചിലപ്പോൾ ഈ പടത്തിനെതിരെ ചിലപ്പോൾ അവരുടെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും വരാൻ ചിലപ്പോൾ സാധ്യതയുണ്ട്. ആസ് എ പ്രേക്ഷകൻ എന്ന നിലയ്ക്ക് എനിക്ക് തോന്നി, അറിയത്തില്ല. ബിജു മേനോൻ്റെ അഭിനയമാണ്. കാര്യം പുള്ളിക്ക് ആ ഒരു സ്റ്റാൻഡേർഡ് നിലനിർത്തിയിട്ടുണ്ട്. പുള്ളി അന്ന് തൊട്ട് ഇപ്പോഴും ആ ഒരു സ്റ്റാൻഡേർഡുണ്ട്. അല്ലാതെ നമ്മളെപ്പോഴെങ്കിലും കേട്ടിട്ടുണ്ടോ ബിജു മേനോൻ്റെ ഒരു പടം ഇറങ്ങി പൊട്ടി പാളീസായെന്ന്? ഇല്ല. കാര്യം പുള്ളിക്കുണ്ട്. പുള്ളി എന്താണ് എപ്പോഴും ആ ഒരു ലെവലിലാണ് നിൽക്കുന്നത്. പക്ഷേ പുള്ളി കയറുന്നതും ഇല്ല, ഇറങ്ങുന്നതും ഇല്ല, മിഡിലായിട്ടൊരു സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്ത് നിൽക്കുന്നുണ്ട്.